ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ബുക്ക് ഓഫ് ലോഡിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പാസ്റ്റർ റെയ്സൽ തോമസിന്റെ ഓണാഘോഷത്തെ കുറിച്ച്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ബെന്തിക്കോസുകാരും ഇൻഡിപെൻഡന്റ് ചർച്ചിലും നടക്കുന്ന ഓണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് വീഡിയോകൾ കണ്ടിട്ട് മടങ്ങി വരാം. 2 വീഡിയോകളുണ്ട്. ആ 2 വീഡിയോ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുട ഊതാനും കൂടാമുതടി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളരുത്. നമുക്കിവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുടവില്ലെന്നേ ഉള്ളൂ. വേണേൽ ഒരു കുടവും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പോകരുത്. പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട. സ്തോത്രം മനസ്സിലാകുന്നില്ലായിരിക്കും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയാൻ. മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞു തരാം, ഇവർക്കൊന്ന് കൊടുത്തേച്ച്. നിങ്ങളും പോകരുത്. സ്തോത്രം. നീ വേർപെട്ട ദൈവവൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മരണവീട്ടിൽ പൊക്കോണം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ? അടിയന്തരം 40 കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത്. അപ്പച്ചൻ 40-ന് മുന്നേ ഇവിടുന്ന് പോകാൻ. ഓരോ കിറ്റും ഇത് ഒരു ഭവനത്തിലേക്ക് പോകുന്ന കിറ്റാ. ഓണത്തിന് വേണ്ടിയ ഓണത്തിന്റെ കിറ്റാണ്. റീച്ച് വേൾഡ് വൈഡിന്റെ ഉദ്ദേശം തന്നെ ഓരോ മുഖത്തും ചിരി കാണണം, സന്തോഷം കാണണം. സോ ഈ ഓണം ആയിരക്കണക്കിന് ഭവനങ്ങളിൽ ഈ കിറ്റുകൾ പോകുമ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ പങ്കാളിയാകാം. ഇത് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടെ വരാം. ഇത് സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. കാര്യം ഞങ്ങൾ വളരെ അധികം ചെയ്യുന്നുണ്ടെങ്കിലും വെറും 1000 രൂപ. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. വീഡിയോയിൽ നമ്മൾ കണ്ടു നമ്മുടെ അനീഷ് കാവാലം പാസ്റ്റർ, അതായത് IPCയുടെ പ്രഥമ പാസ്റ്ററാണ്, അറിയപ്പെടുന്ന പാസ്റ്ററാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഓണം ആഘോഷിക്കുന്നത് ബിലയാമിന്റെ ഉപദേശമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും ഞാൻ കണ്ടത് ഓണം ആഘോഷിക്കുന്നിടത്ത് പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഓണം ആശംസകൾ പോലും അറിയിക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നു അത് ബിലയാമിന്റെ ഉപദേശമാണ്, യേശു വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പാസ്റ്റർ റെയ്സൽ തോമസ് പറഞ്ഞത് തന്നെ യേശുവിന്റെ കൂടെയാണ് ഓണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ മറ്റൊരു പാസ്റ്റർ തങ്കു ബ്രദർ, അതാണ് നമ്മൾ കണ്ട 2ാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. അദ്ദേഹം ഓണക്കിറ്റുകൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതായിട്ട് കണ്ടു, അല്ലേ? അപ്പൊ അദ്ദേഹം ഒരു ദാനധർമ്മിഷ്ഠനാണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ ബോധ്യമായി. അനീഷ് കാവാലത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അനീഷ് കാവാലം അയലോക്കത്തുള്ളവർ ഓണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോകത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഒരു ഓണാശംസ പോലും അറിയിക്കത്തില്ല. വിളിച്ചാൽ അവിടെ പോയി നോക്കിയിരുന്നിട്ട് പോലും കഴിക്കത്തില്ല, ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത്. കാരണം യേശു ക്രിസ്തു അത് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായെങ്കിലും കാരണം 2 പേരുടെ ഉപദേശങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ എപ്പോഴും എന്താണ്, എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ. ബെന്തിക്കോസുകാർ എന്താണ്, എല്ലാവരെയും എതിർക്കുവാനാണ് അവര് നിശ്ചയിച്ചിരിക്കുന്നത്. എതിർത്ത് സുവിശേഷം ചെയ്യുക എന്നുള്ള, അങ്ങനെ ഒരു അസമാധാനമായ ഒരു സുവിശേഷം ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള സുവിശേഷവും ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ മാത്രമേ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുള്ളൂ, അല്ലെ? അപ്പോ അനീഷ് കാവാലം പാസ്റ്ററുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഈ ലോകവുമായിട്ട് നിങ്ങൾ വേർപെട്ട്, അതായത് വേർപെട്ടവർക്ക് ഇതൊന്നും പറ്റുകയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേർപെട്ടവർക്ക് ഇത് പറ്റുകയില്ല എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകപരമായി യാതൊരു ബന്ധവും അവർക്കില്ല. കാരണം അവരുടെ ഓണത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അവർ ഓണത്തെ പറ്റി പറയുമ്പോൾ, ഹിന്ദുക്കളുടെ ഓണം എല്ലാവരും ലോക സമസ്തയിൽ എല്ലാവരും, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ഹിന്ദുക്കൾ എന്ന് പറയുന്നവരും മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരും ഓണം ആഘോഷിക്കാറുണ്ട്.
ഇല്ലാതിരിക്കുകയില്ല. ഓണം ആഘോഷിക്കുന്നവർ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. ബന്ധുക്കോസുകാരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവരത് ചെയ്യുകയില്ല എന്ന് പറയും. കാരണം 100-ൽ ഒരു 95% ആളുകളും മാറി നിൽക്കുന്നു പറഞ്ഞാൽ 5% ബന്ധുക്കോസ് ആൾക്കാരും ഓണം ആഘോഷിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആളുകളെ പഠിപ്പിച്ച് ചെറുപ്പം മുതലേ അവർ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ബന്ധുക്കോസ് എന്ന വിഭാഗത്തോട് ഈ ലോകത്തിന് പിണക്കാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഇലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വ്യക്തിത്വം പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനമായ പോയിന്റ് എന്താണ്, അവര് ഒന്നാമത്തെ കാര്യം മറ്റ് വിഭാഗക്കാരുമായിട്ട് അവരെന്ത് ചെയ്യത്തില്ല, അടുത്ത് പോകത്തില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പോകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇലക്ഷനിൽ അവർ ഒരുമിച്ച് പോവുക? ഒന്നാമത്തെ കാര്യം IPC ഉണ്ട്, ഇന്ത്യൻ പെന്തിക്കോസ് ഉണ്ട്, TPM ഉണ്ട്, അതുപോലെ തന്നെ CPM ഉണ്ട്, അതുപോലെ തന്നെ AG ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങൾ കൂടിയതാണ് പെന്തിക്കോസ്. പക്ഷെ അവർ ഉപദേശപരമായിട്ട് ആരും തമ്മിൽ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല, യോജിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത്? കർത്താവിന്റെ സുവിശേഷം ഇവർക്ക് അറിയിക്കാൻ കഴിയുകയില്ല. കാരണം അവർ തമ്മിൽ യാതൊരുവിധ യോജിപ്പുകളും കൂട്ടത്തിലില്ല. പിന്നെ അവരുടെ ചില കാര്യങ്ങൾ നടക്കുവാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ മറ്റ് സംഘടനകളുമായി, ഇപ്പോ കത്തോലിക്ക മുതൽ CSI വരെയുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം. ആ ഒരു ഉദ്ദേശത്തോടെയാണ് അവർ പലപ്പോഴും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ ഇപ്പോൾ അതിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നില്ല. എങ്കിലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഓണം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ദേശീയ ഉത്സവമാണ്, അല്ലെ? കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്നാണ് ദേശീയ ഉത്സവം എന്നാണ് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്, അല്ലെ? തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കുവാനും ആരെ കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കാനും അവരെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഈ ബന്ധുക്കോസുകാർക്ക് ഓണം ഇഷ്ടമല്ലെങ്കിൽ അവരത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു അവരാഘോഷിക്കുന്നില്ലെങ്കിൽ ആഘോഷിക്കണ്ട. എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ഇത് ബിലിയാമിന്റെ ഉപദേശമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പറഞ്ഞ് എന്തിനാണ് ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നത്, അല്ലെ? ഒരു വർഗീയത എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കേണ്ട കാര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ സത്യസുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായിട്ട് സുവിശേഷം അറിയിക്കണം. അപ്പം ഇവിടെ ഈ രണ്ടുപേരും ചെയ്യുന്ന സുവിശേഷം അത്ര ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരാൾ ദാനധർമ്മം ചെയ്ത് കാണിക്കുന്നു, പക്ഷെ അത് അവർക്കറിയാം, ആ ദാനധർമ്മത്തിന്റെ എന്താണ് കാര്യങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്കറിയാം. അപ്പോ മറ്റേയാള് അതിനെ പുച്ഛിക്കുന്നു. അപ്പോ ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, വന്നിച്ചില്ലെങ്കിലും നിങ്ങൾ നിന്ദിക്കരുത് എന്ന് ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വന്നിച്ചില്ലെങ്കിലും എന്ത് ചെയ്യരുത്, ഇതിനൊന്നും നിന്ദിക്കരുത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്. അനീഷ് കാവാലം പാസ്റ്റർ ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റതാണ്. വന്നിച്ചില്ലെങ്കിലും എന്ത് ചെയ്യരുത്, നിന്ദിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെയാണ് എന്ന് വരുത്തുവാനായിട്ട്. പിന്നെ നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്തിലല്ലാതെ ഒരു അധികാരമില്ല, ഉള്ള അധികാരങ്ങളെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. കാരണം അത് ദേശീയ ഉത്സവമാണ്, ദേശീയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ്. അതിനെ ഈ തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളോട് അവർക്കുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ, അല്ലാതെ വേറൊരു കാര്യവും അതിനകത്തില്ല. ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനും അവനാൽ അയക്കപ്പെട്ട എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ എന്നുള്ളതാണ് ദൈവവചനത്തിൽ പറയുന്നത്. അപ്പൊ സൗമ്യതയും ശാന്തതയും ഉള്ള ഒരു സുവിശേഷം ചെയ്യുവാനാണ്, അല്ലാതെ മറ്റുള്ളവരെ വ്രണപ്പെടുത്തിയുള്ള സുവിശേഷങ്ങൾ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ഒരു അപ്പോസ്തലനും പഠിപ്പിച്ചിട്ടില്ല വ്രണപ്പെടുത്തി ചെയ്യുവാനായിട്ട്. അപ്പോ ഈ കാലങ്ങളിൽ സുവിശേഷകർ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്.
അതായത് ഇപ്പോൾ പറയുന്ന അനിൽ കൊടിത്തോട്ടും പാസ്റ്ററും അനിൽ കാവാലം എന്ന് പറയുന്ന പാസ്റ്ററും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവർ ചെയ്തു എങ്കിലും ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ചർച്ചക്കാരെല്ലാവരെയും സന്തോഷിപ്പിച്ച് അത് ചെയ്യുന്നു എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ അങ്ങനെ സ്നേഹിക്കുവാൻ ഒരു കർത്താവിന്റെ കൽപ്പനയാണ്. അല്ലാതെ അവിടെ ചെന്ന് പോയപ്പോ അവരുടെ ഓണത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനയുണ്ടാവും അല്ലേ? ഞാൻ നിങ്ങളുടെ ഓണത്തിലൊന്നും ഞാൻ പങ്കെടുക്കത്തില്ല, ഞാൻ വേർപെട്ട ആളാണ് എന്ന് അവരോട് പറയുമ്പോൾ നിങ്ങൾ അവരെ എന്ത് ചെയ്യാണ്? വേദനിപ്പിക്കുകയാണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമൂഹത്തിൽ ഒരു 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 കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അയൽക്കാരനെ ദുഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ സുവിശേഷം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്ന വലിയ ദോഷമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊരാളുടെ ഹൃദയം വ്രണപ്പെടുത്തിക്കൊണ്ട്. അയാളുടെ വിശ്വാസം അങ്ങനെയാണ്. താങ്കളുടെ പോലുള്ള അത്രയും വിശ്വാസവും പ്രാപ്തിയും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഉള്ള വിശ്വാസം ചെയ്യുമ്പോൾ സഹോദരനെ എന്ത് ചെയ്യാൻ പാടില്ല? വ്രണപ്പെടുത്താൻ പാടില്ല, മറ്റൊരു സഹോദരനെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സുവിശേഷങ്ങൾ ചെയ്യുന്നത് ദൈവം മുമ്പാകെ തെറ്റാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബുക്ക് ഓഫ് ലോഡ് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ചാനൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.